എല്ലും കപ്പയും അഥവാ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അതിനായി നല്ല നെയ്യോട് കൂടിയ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് 4-5 പച്ചമുളകും കീറിയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കപ്പ തയ്യാറാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കപ്പ ഈ വെന്ത് വന്ന ബീഫിലോട്ടിട്ട് ഒരു 4 വിസിലോളം കേൾപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഞെക്കി നോക്കാം. അപ്പോഴേക്കും ഇതിനാവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ചൂടാക്കി എണ്ണ തെളിയുമ്പോൾ 4 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് കടുക് പൊട്ടിച്ച് 2 സവാളയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഇളക്കി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വാട്ടുക. ഇതിനുശേഷം ഒരു വലിയ പാനിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ബീഫും ഇട്ട് നമ്മൾ തയ്യാറാക്കിയ അരപ്പും അതുപോലെ തന്നെ വാട്ടിയെടുത്ത സവാളയും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നെപ്പോലെ ചെറിയ പാത്രം എടുത്താൽ നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴിവതും വലിയ പാത്രം എടുത്ത് ഇളക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് കപ്പയും ബീഫും നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അവസാനം കുറച്ച് ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയുടെ തൂകിയ നമ്മുടെ സ്വാദിഷ്ടമാർന്ന എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാലക്കുടി അങ്കമാലിക്കാരുടെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടാണല്ലേ ഈ എല്ലും കപ്പയും. ഇത് വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ചോറിൻ്റെയോ പുട്ടിൻ്റെയോ ഒക്കെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പതിവ് പോലെ ഒരു വാഴയിലയിലേക്ക് നല്ല ചൂട് കപ്പ ബിരിയാണി, ഒരു കട്ടനും വേണ്ടി വന്നൊരു പപ്പടവും ഇട്ട് കഴിച്ചാൽ അടിപൊളിയാണല്ലേ. വേണമെങ്കിൽ നമുക്കൊരു സവാള ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.